അധ്യാപകൻ എന്നുള്ള രീതിയിൽ ഇതിനെ സമീപിക്കുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ നിലവിലുണ്ട്. ശ്രീ ഹംസ അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ തന്നെ അപ്പോൾ കുട്ടി ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ അതായത് അണ്ടർ സൂപ്പർവിഷൻ ഓഫ് പേരൻറ്റ് എന്നുള്ളത്, അതായത് ഒരു പേരൻറ്റ് സൂപ്പർവൈസ് ചെയ്യുമ്പോൾ പേരൻറ്റ് പാലിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതായത് അടുത്തിരുന്ന് കുട്ടിയെ കൊണ്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുക എന്നുള്ളതല്ല ഉദ്ദേശിച്ചത്, മറിച്ച് അതിനുള്ള ടൂളുകളുണ്ട്. ഈ സാങ്കേതികമായി തന്നെ ഈ കുട്ടി എന്ത് നോക്കുന്നു എന്നുള്ളത്, അല്ലെങ്കിൽ കുട്ടി എത്ര നേരം സോഷ്യൽ മീഡിയയിൽ സ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളത്, ഏതൊക്കെ സൈഡിലേക്ക് കുട്ടി പോകുന്നു, കുട്ടിയുടെ കണ്ടന്റിനെ പറ്റിയൊക്കെ ഒരുവിധം അതിലൊരു പ്രായോഗിക ബുദ്ധിമുട്ട് നിൽക്കുന്നത് മാതാപിതാക്കൾക്കും ആ ഒരു സാങ്കേതിക പരിജ്ഞാനം വേണമെന്നുള്ള ഒരു വിഷയം. തീർച്ചയായും അവിടെ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. അതായത് ഇപ്പോൾ അധ്യാപകർക്കുള്ള പരിശീലനം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു പരിശീലനത്തിൽ എത്തിയ ഒരു അധ്യാപകൻ പങ്കുവെച്ചൊരു കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ മകനോട് പറഞ്ഞൊരു ലെറ്റർ KCBയിൽ വീട്ടിൽ സ്ഥിരമായിട്ട് കറണ്ട് പോകുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. അപ്പോൾ അവർക്ക് KCB എഞ്ചിനീയർ ഒരു കത്തയക്കണം. അപ്പോൾ അങ്ങനെ മകനോട് പറഞ്ഞു, മോനെ ഒരു കത്ത് എഴുതിക്കൊണ്ട് ഞാൻ പറഞ്ഞു. അപ്പോൾ ഈ മകൻ വളരെ മികച്ച ഇംഗ്ലീഷിൽ ഒരു കത്ത് എഴുതിക്കൊണ്ട് വന്ന് അച്ഛനെ കൊടുത്തു. അച്ഛൻ നോക്കിയപ്പോൾ വളരെ മനോഹരമായിട്ടുള്ള, അച്ഛൻ അധ്യാപകനാണ്, അദ്ദേഹം എഴുതിയ തന്നെയും ഇതുപോലെ മനോഹരമാകത്തില്ല അദ്ദേഹത്തിൻ്റെ ലാംഗ്വേജ്. അപ്പോൾ അദ്ദേഹം വളരെ സന്തോഷത്തോടു കൂടി മകൻ ഇങ്ങനെ നല്ലൊരു കത്ത് എഴുതിക്കൊണ്ട് വന്നല്ലോ. അപ്പോൾ അദ്ദേഹം കൊണ്ടുപോയി KCBയിൽ കൊണ്ട് കൊടുത്തു. അങ്ങനെ പ്രശ്നം പരിഹരിച്ചു. അപ്പോൾ ഈ പരിശീലനത്തിൽ വന്നപ്പോഴാണ് അധ്യാപകനായിട്ടുള്ള ഈ പിതാവ് അറിയുന്നത് തൻ്റെ മകൻ കത്തെഴുതിയത് സംവിധാനം ഉപയോഗിച്ചിട്ടാണ്. അതായത് ChatGPT അല്ലെങ്കിൽ ജെമിനി ഉപയോഗിച്ചിട്ട് ആണ് ഈ കത്ത് എഴുതിയതെന്നുള്ള കാര്യം ഈ അധ്യാപക പരിശീലനത്തിൻ്റെ ഇടയിലാണ് ഇദ്ദേഹം മനസ്സിലാക്കുന്നത്. അപ്പോൾ അങ്ങനെ ഈ അധ്യാപകന് പരിശീലനം കിട്ടുന്നതിന് മുൻപ് തന്നെ ഈ കുട്ടി ഈ ഒരു സംവിധാനം മനസ്സിലാക്കുകയും അതിൻ്റെ സാധ്യതകൾ ഉപയോഗിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അപ്പം നമ്മളെക്കാൾ നേരത്തെ പറഞ്ഞ പോലെ, അരുൺ സാറ് പറഞ്ഞ പോലെ, ഡോക്ടർ പറഞ്ഞ പോലെ, ഈ സംവിധാനങ്ങളൊക്കെ ഈ കുട്ടികൾ വളരെ മുൻപ് തന്നെ ഉപയോഗിച്ച് അല്ലെങ്കിൽ അഡ്വാൻസ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പം ശ്രീ ഹംസ പറഞ്ഞത് ഈ സംവിധാനങ്ങളുടെ സാധ്യത കുട്ടിക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം, അത് ശരിക്കും ചർച്ച ചെയ്യപ്പെടേണ്ടത് തന്നെയാണ്. നമ്മുടെ ഇന്ത്യയിലെ സാഹചര്യത്തിൽ ശരിക്കും ഇന്ത്യ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ കേരളത്തിലാണ് കൂടുതൽ സ്മാർട്ട് ഫോണിൻ്റെ ഉപയോഗം അല്ലെങ്കിൽ ഇൻ്റർനെറ്റിൻ്റെ ഉപയോഗമൊക്കെ കൂടുതലുള്ളത് ഒരു മറ്റുള്ള സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. അപ്പോൾ ശരിക്കും നമ്മൾ കുറച്ചുകൂടെ നമ്മുടെ കേരളത്തിലെ സാധ്യതകളെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ കുട്ടികൾ ഇൻ്റർനെറ്റിൽ വരുമ്പോൾ, ഇതിപ്പോൾ നേരത്തെ പറഞ്ഞു, നമ്മുടെ തന്ത വൈബ് തന്നെ ഒരു പേര് തന്നെ ഉണ്ട്. കാര്യം ഫേസ്ബുക്ക് ഉപയോഗിക്കുന്ന ആളുകൾ കുറച്ച് മുതിർന്ന ആളുകളാണ്, ഔട്ട്ഡേറ്റഡ് ആയിപ്പോയി. അതെ, നമ്മളൊക്കെ ഔട്ട്ഡേറ്റഡ് ആണ്. അപ്പോൾ ഫേസ്ബുക്കിലുള്ള കുറച്ചുകൂടെ ഐഡൻറ്റിറ്റി റിവീൽ ചെയ്യേണ്ടതായിട്ടുണ്ട് ഫേസ്ബുക്കിൽ. അപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതാണ്. കാര്യം ഈ ഇൻസ്റ്റാഗ്രാമിൽ വരുമ്പോൾ അതിന് കുറച്ചുകൂടെ റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഐഡൻറ്റിറ്റി കുറച്ചുകൂടെ ഹൈഡ് ചെയ്ത് വെക്കാനുള്ള സാഹചര്യം അവിടെയുണ്ട്. അതുമല്ല ഈ ഫേസ്ബുക്ക് പോലെയുള്ള സോഷ്യൽ മീഡിയ പോലെ അല്ല ഇൻസ്റ്റാഗ്രാം. അത് കുറച്ചുകൂടെ ഈ പറഞ്ഞതുപോലെ ഇതിനെല്ലാം പിന്നിൽ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടാണല്ലോ ഇതെല്ലാം നിലവിൽ വരുന്നത്. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കുട്ടികളുടെ ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ പെട്ടെന്നുള്ളൊരു റിയാക്ഷൻ, അതായത് കമ്പ്യൂട്ടറിൻ്റെ കൂടെ നമ്മൾ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ പെട്ടെന്ന് നമുക്ക് പറഞ്ഞുതരും. പക്ഷേ നമ്മൾ ഇപ്പോൾ ഒരിടത്ത് പോയിട്ട് നമ്മുടെ സോഷ്യലായിട്ടുള്ള ഇൻട്രാക്ഷൻ, അതായത് ഒരു പൊതു സ്ഥലത്ത് നമ്മൾ പെരുമാറുമ്പോൾ ഇപ്പം അവൻ എങ്ങനെ പെരുമാറണം എന്നുള്ളത് നേരത്തെ ഈ സമൂഹത്തിൽ നിന്ന് തന്നെ പഠിക്കുമായിരുന്നു. ഇപ്പോൾ കമ്പ്യൂട്ടറുമായിട്ട് ഈ കമ്പ്യൂട്ടർ പെട്ടെന്ന് കാര്യങ്ങൾ നമുക്ക് തരുന്നതുകൊണ്ട് ഈ ക്ഷമ എന്ന് പറയുന്ന സംഭവം കംപ്ലീറ്റ്ലി ഇല്ലാതാവുകയും അതിൻ്റെ ഭാഗമായിട്ടുള്ള ഈ ഇടപെടലുകൾ സമൂഹത്തിൽ ഇപ്പോൾ റീസെൻ്റായിട്ടുള്ള പല പത്രവാർത്തകൾ നമ്മുടെ തിരുവനന്തപുരത്ത് തന്നെ ഈ യങ്സ്റ്റേഴ്സ് കേന്ദ്രീകരിക്കുന്ന ഒരു സ്ഥലമുണ്ട്, മാനവീയം വീഥി എന്ന് പറയുന്നത്. അപ്പോൾ അവിടെയൊക്കെ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങളൊക്കെ നമ്മൾ എടുത്ത് നോക്കുകയാണ്, പരിശോധിക്കുകയാണെങ്കിൽ ഇത്തരത്തിൽ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഈ കമ്പ്യൂട്ടറിൻ്റെയൊക്കെ അമിത ഉപയോഗം കുട്ടികളിൽ ചെലുത്തുന്ന, അപ്പോൾ അതിൻ്റെ മാനസികമായിട്ടുള്ള കുട്ടികളുടെ വശങ്ങൾ അതൊക്കെ ഇവിടെ ചർച്ച ചെയ്ത് കഴിഞ്ഞു, ഡോക്ടർ പറഞ്ഞു കഴിഞ്ഞു. ശരിക്കും അങ്ങനെ ഞാനത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. കാര്യം ഒരു കുട്ടിയുടെ കയ്യിൽ നിന്നും നമ്മൾ മൊബൈൽ ഫോൺ നമ്മൾ വാങ്ങി വെച്ചാൽ ഉടനെ കുട്ടിയുടെ പേരൻ്റ് വരികയാണ്. പേരൻ്റ് വന്നിട്ട് കുട്ടിക്ക് ഫോൺ കൊടുത്തു വിട്ടത് ഇന്ന ആവശ്യത്തിനാണെന്ന് പറയുന്നു. എന്നിട്ടും നമ്മൾ ഫോൺ കൊടുക്കാതിരിക്കുകയാണെങ്കിൽ പറയുന്ന കാര്യം ഈ കുട്ടി ഇത് ചത്തുകളയും, ആത്മഹത്യ ചെയ്ത് കളയും എന്നുള്ളതാണ്. കാര്യം അത്രത്തോളം അഡിക്ഷനാണ് കുട്ടികൾക്ക്. ഈ കുട്ടിക്ക് ഈ മൊബൈൽ കിട്ടിയില്ല. കുട്ടി വേറൊരു രസം അതിനകത്തുള്ളത്, ഈ കുട്ടിക്ക് ചിലപ്പോൾ നോട്ട്ബുക്ക് വാങ്ങാനോ അല്ലെങ്കിൽ യൂണിഫോം വാങ്ങാനോ കാശില്ലാതെ ഒരു അധ്യാപകനോ അധ്യാപികയോ ഒക്കെ സഹായിച്ച കുട്ടികളുണ്ടാവും. ഈ കുട്ടി കൊണ്ടുവരുന്ന മൊബൈൽ ഫോൺ എന്ന് പറയുന്ന വില പിടിച്ച മൊബൈൽ ഫോണായി. കാര്യം ആ ഫോൺ എങ്ങനെ വാങ്ങി എന്നുള്ളതൊക്കെ പിന്നീട് പരിശോധിക്കേണ്ട കാര്യങ്ങളാണ്. ചിലപ്പോൾ അവൻ എങ്ങനെയാണ് ഈ മൊബൈൽ ഫോൺ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇത്തരത്തിലുള്ള ടെക്നോളജിയിൽ അടങ്ങിയിരിക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ പിന്നിലുള്ള കുറേ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ നമ്മളിത് വാങ്ങി വെച്ച് കഴിഞ്ഞാൽ അവൻ പോയി എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ പ്രശ്നമാണ്, അധ്യാപകന് പ്രശ്നമാണ്.
അപ്പോൾ അത്തരത്തിൽ പിന്നെ ഇതിനെ എങ്ങനെ ശരിക്കും മാനസികമായി ഈ കുട്ടിക്ക് ഇത്തരത്തിലുള്ള ഒരു സപ്പോർട്ട് സിസ്റ്റം ഉണ്ടാവേണ്ട അത്യാവശ്യമാണ്. കാര്യം ഇങ്ങനെയുള്ള പിന്നെ മൊബൈൽ അഡിക്ഷൻ ഒഴിവാക്കാൻ. അപ്പോൾ പണ്ടൊക്കെ നമ്മളിപ്പോൾ നമുക്കറിയാം, നമ്മൾ സാറ് ഡോക്ടർ പറഞ്ഞ പോലെ നമ്മുടെ പിന്നെ എന്താണ് നമ്മുടെ ഒഴിവ് സമയങ്ങൾ എന്ന് പറയുന്നത് നമുക്കുണ്ടായിരുന്നു. ഇപ്പോൾ ഒഴിവ് സമയങ്ങളില്ല. ഇപ്പോൾ ഇവിടെ നമ്മൾ മുടി വെട്ടാൻ പോയിരുന്നാൽ പോലും അവിടെ ചിലപ്പോൾ TV വെച്ചിട്ടുണ്ടാകും. ആ TV യിലേക്ക് നമ്മൾ ശ്രദ്ധിക്കുക, നമ്മുടെ കയ്യിലുള്ള മൊബൈലിൽ നമ്മൾ റീൽസോ അല്ലെങ്കിൽ നമ്മുടെ ലോകത്തിലേക്ക് നമ്മൾ ചുരുങ്ങിക്കൂടുകയാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു പ്രശ്നം കുട്ടികളിലും ഉണ്ടാവാറുണ്ട്. കുട്ടികൾ കാര്യം സോഷ്യലൈസേഷൻ്റെ പ്രശ്നം അവിടെ ഉണ്ടാവാറുണ്ട്. പിന്നെ കുട്ടികൾ പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ഒരു പ്രശ്നമുണ്ട്. പിന്നെ അതോടൊപ്പം അധ്യാപകരെ പിന്നെ കുട്ടികൾക്ക് എന്താ പറയുന്നത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം. കാര്യം എന്ന് വെച്ചാൽ എന്തും ഏതും അവൻ്റെ വിരൽത്തുമ്പിൽ കിട്ടുമ്പോൾ ഈ അധ്യാപകൻ്റെ അറിവ് പരിമിതമാണോ എന്നൊരു സംശയം പലപ്പോഴും കുട്ടികൾക്കുണ്ടാകും. കാര്യം കുട്ടികളെ അധ്യാപകരെ പണ്ട് നമ്മൾ അധ്യാപകനായിരുന്നു നമ്മുടെ എല്ലാം. കാര്യം അധ്യാപകൻ കൊണ്ടുവരുന്ന ചിലപ്പോൾ നമ്മുടെ കയ്യിൽ ബുക്ക് കാണത്തില്ല, അധ്യാപകൻ്റെ കയ്യിൽ ഒരു പുസ്തകം ഉണ്ടാകും. ആ പുസ്തകം വായിച്ച് അധ്യാപകൻ പറഞ്ഞു തരുന്നത് നമ്മളത് വേദവാക്യമാണ്. പക്ഷേ ഇപ്പോൾ കുട്ടിക്ക് പല ഇൻഫർമേഷൻ ഓവർഫ്ലോ ആണ്. കാര്യം ഒരു കാര്യത്തെപ്പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ പല രീതിയിൽ തന്നെ പല സൈറ്റുകളിൽ പല രീതിയിൽ തന്നെ അതിനെപ്പറ്റി പറയുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലൊക്കെയുള്ള സംവിധാനങ്ങളിൽ വേണ്ടത് ഈ ഒരു സാഹചര്യത്തിൽ വേണ്ടത് നമ്മൾ അതുമായിട്ട് മീൻസ് കോപ്പപ്പ് ചെയ്യാനുള്ള ഒരു സിസ്റ്റം ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളതാണ്. ശ്രീ ഹംസ പറഞ്ഞത് ോട് ഞാൻ ആ ഒരു തലത്തിൽ, അതായത് നമ്മളും അതിനനുസരിച്ച് മാറണം, പേരൻറ്റിങ്ങും മാറണം, അധ്യാപകരും മാറണം, സമൂഹവും മൊത്തത്തിൽ അതിനനുസരിച്ച് മാറണം എന്നുള്ളതാണ്.